എന്തും ചെയ്യാൻ മടിയില്ലാത്തവന്മാരാണെന്നാണ്. ഇവർ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഏതെങ്കിലും സംഘടനകളുടെ ഉദ്യോഗസ്ഥർ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ, ഏതെങ്കിലും സൈനിക വിഭാഗങ്ങളുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ, ഇനി അതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഏതെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കൊല്ലാൻ, മിക്കവാറും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്രിമിനലാണ് ഇയാൾ, അന്താരാഷ്ട്ര ക്രിമിനൽ. ആ ക്രിമിനലാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇയാളെ കൊണ്ടുപോയി ജയിലിലിട്ടു. ജയിലിലിട്ടപ്പോഴത്തേക്ക് ഇയാൾ പറയുന്നത് ഇവിടെ എണ്ണ കൂടുതലാണ് കഴിക്കുന്നതിൽ, എരിവ് കൂടുതലാണ്, അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, 14 കിലോ കുറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. 14 40 കിലോ കുറഞ്ഞാലും ശരി തന്നെ ഇവന് അങ്ങനെയുള്ള ഭക്ഷണം അവൻ പറയുന്ന പോലെയൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ പൗരന്മാർ എത്ര പേര് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്? എത്രയോ പേര് കിടപ്പില്ലേ? അവർക്ക് ഇന്ത്യൻ ഭക്ഷണമാണോ കൊടുക്കുന്നത്? അവരുടെ നാട്ടിലെ ഭക്ഷണം എന്താണ് അത് മാത്രമല്ലേ കൊടുക്കുന്നത്. ഇവൻ്റെ ആവശ്യം എന്തെന്നറിയാമോ? ഈ കൊടും ക്രിമിനലിൻ്റെ ആവശ്യം, ഇവന് പുറത്തു നിന്നുള്ള ഭക്ഷണം കിട്ടിയാൽ പോരാ, മറ്റ് ഭക്ഷണം അവിടെ കിട്ടാത്ത ഭക്ഷണം, മെനുവിൽ ഇല്ലാത്ത ഭക്ഷണം കിട്ടിയാൽ പോരാ, അവന് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വേണം, അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള ലിസ്റ്റും അവൻ കൊടുത്തിട്ടുണ്ട്, കോടതിയിൽ സമർപ്പിച്ചതാണ്. ആ ലിസ്റ്റ് കേട്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടു പോകുമെന്നുള്ളതാണ്.